ഹായ്, ഗുഡ് മോർണിംഗ്, ഹാപ്പി വിഷു. നമ്മുടെ നാട്ടിലൊക്കെ രാവിലെ തന്നെ വിഷുക്കണി കൊണ്ടുവരും. 5 മണിയായപ്പോഴേ അമ്മ കണി വെച്ചു. അപ്പോഴാണ് മക്കളെയൊക്കെ വിളിച്ചത്. 2 വർഷത്തിന് ശേഷമാണ് നാട്ടിൽ വിഷു കൂടുന്നത്. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ വിഷു എന്തായാലും ഞങ്ങൾക്ക് സ്പെഷ്യലാണ്. അങ്ങനെ രാവിലെ തന്നെ കൺകുളിർക്ക 2 വിഷുക്കണി കണ്ടു. ഉണ്ടാക്കുന്ന തിരക്കില്ല. നോക്കാം എന്താ ഉണ്ടാക്കിയെന്ന്. എൻ്റെ ഫേവറേറ്റ് നെയ്പത്തിരി ആണല്ലോ. ഉഴുന്നുവടയും ഉണ്ട്, സൂപ്പർ. നാട്ടിൽ വന്നാൽ കിച്ചൺ ഡ്യൂട്ടി മുഴുവൻ അമ്മയ്ക്ക് എന്നെ വിട്ടുകൊടുക്കും. ഞാനധികം ആ ഭാഗത്തേക്ക് പോകില്ല. ബാംഗ്ലൂരുള്ള സമയത്ത് ഞാൻ തന്നെ ഫുഡ് ഉണ്ടാക്കും, ഞാൻ തന്നെ കഴിക്കുന്നു. നാട്ടിൽ വരുമ്പോഴാണല്ലോ അമ്മ ഉണ്ടാക്കി തരുന്ന വെറൈറ്റി ഫുഡ്സൊക്കെ കഴിക്കാൻ പറ്റുക. നമ്മുടെ ഹോട്ടലിലൊക്കെ ഉണ്ടാക്കുന്ന ഉഴുന്നുവടേൻ്റെ ക്രിസ്മസ് ഇതിന് വന്നിട്ടില്ല. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന ഉഴുന്നുവടേനേക്കാളും ബെറ്റർ. ഏട്ടൻ 5 ദിവസത്തേക്ക് ലീവ് എടുത്ത് വന്നതാണ്. ഇന്ന് വൈകുന്നേരത്തെ ട്രെയിനിന് ആൾ തിരിച്ച് ബാംഗ്ലൂരേക്ക് പോകും. 2 പേരും രാവിലെ തന്നെ സ്ലൈഡിൽ കളി തുടങ്ങിയിട്ടുണ്ട്. ആമിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് അമ്മ സമ്മാനിച്ചത് ഈ സ്ലൈഡ്. സമ്മർ വെക്കേഷന് നാട്ടിൽ വരുമ്പോൾ ഇവിടെ ഇരുന്ന് കളിക്കാമല്ലോ പറഞ്ഞിട്ട് വീട്ടിൽ വാങ്ങി വെച്ചു. 2 പേർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ സമയം ഇതിൽ തന്നെയാണ് കളി. അവർ കളി കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കൊരു മാംഗോ ഷേക്ക് ഉണ്ടാക്കിയാലോ. ഫ്രിഡ്ജിൽ നല്ല പഴുത്ത മാങ്ങ ഇരിപ്പുണ്ട്. അതും പാലും ചേർത്ത് മാംഗോ ഷേക്ക് അടിക്കാം. അമ്മ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചൊക്കെ റെഡിയാക്കി കാത്തിരിപ്പുണ്ട്. ഇനി നേരെ പോയിരുന്ന് കഴിക്കാം. വിഷു ആയിട്ട് ഞങ്ങൾക്കിന്ന് ഫിഷ് ബിരിയാണിയാണ് കേട്ടോ. മലബാറുകാർക്ക് നോൺ വെജ് ഇല്ലാതെ എന്ത് വിഷു ഓണം അല്ലേ. അമ്മയുടെ ബിരിയാണിക്കൊരു സ്പെഷ്യൽ ടേസ്റ്റ്. നിങ്ങൾ ഫുഡ് കഴിച്ചതാ? അപ്പോൾ ഞാൻ പോയി ഫിഷ് ബിരിയാണി കഴിച്ചിട്ട് വരുന്നേ. ഇത് അമ്മ അരിയുണ്ട ഉണ്ടാക്കുന്നതാണ്. അതായത് വറുത്ത് വെച്ച അരിയും ശർക്കരയും തേങ്ങയും ഉരലിട്ട് ഇടിച്ചെടുത്ത് നല്ല ട്രഡീഷണൽ രീതിയിലാണ് അമ്മ അരിയുണ്ട ഉണ്ടാക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഈ ഉരലൊന്നും കാണാനേ ഇല്ല. നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടോ ഉരൽ? ഞാനിത് മിക്സിയിലാണ് ചെയ്യാറ്. അരിയുണ്ടേൻ്റെ റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഞാനത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ അരിയുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറേ ദിവസം കേടുകൂടാതെ നിൽക്കും കേട്ടോ. പക്ഷേ ദിവസം കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഹാർഡ്നെസ്സും കൂടി വരും. രാത്രി ആയപ്പോഴും നമ്മൾ മത്താപ്പവും കമ്പിത്തിരിയും പൂത്തിരിയും റാട്ടും പടക്കവും എല്ലാം പൊട്ടിച്ച് വിഷു അങ്ങോട്ട് അടിച്ചു പൊളിച്ചു. നിങ്ങളുടെ വിഷു ഇതിലും ഗംഭീരമായിരിക്കുന്നു വിചാരിക്കുന്നു. അങ്ങനെ ഈ വർഷത്തെ വിഷു ഇവിടെ അവസാനിക്കുകയാണ്. ഹാപ്പി വിഷു, ബായ്. അതെ, വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു കമൻറ്റെങ്കിലും ഇടാൻ ശ്രമിക്കണേ. എങ്കിലല്ലേ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ ഫീഡ്ബാക്ക് തിരിച്ചറിയാനോ അത് കുറച്ചുകൂടി ബെറ്റർ ആക്കാനോ എനിക്ക് കഴിയുള്ളൂ. ഓക്കെ.